നമസ്കാരം. ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അമൃതപ്രവാഹവുമായി ജ്ഞാനാമൃതധാര വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ. ഏവർക്കും ജ്ഞാനാമൃതധാരയിലേക്ക് സ്വാഗതം. ആത്മാവിന്റെ ദിവ്യഗുണങ്ങളെ ബഹിർഗമിപ്പിക്കുന്നതിന് ശുദ്ധമായ ജ്ഞാനം ആവശ്യമാണ്. ജീവിത സാഹചര്യങ്ങളെ ശാന്തമായി അഭിമുഖീകരിക്കുവാനും ആധ്യാത്മികത നമ്മെ സഹായിക്കും. ഇന്നത്തെ ജ്ഞാനരത്നങ്ങളിൽ വ്യക്തി നിർമ്മാണത്തിന് ആത്മീയതയുടെ പങ്ക് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഓം ശാന്തി. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഗുരുവിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ച് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. അതിൻ്റെ നന്മകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പണ്ട് കഥകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കൃഷ്ണനും കുചേലനും ഒരുമിച്ച് ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച്. അതേപോലെ ഇവൻ കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ ഗുരു തൻ്റെ ശിഷ്യന്മാരെ വിടുന്ന സമയത്ത് അതിലെത്ര കുട്ടികളുണ്ടോ, അത് എത്ര വലിയ ധനാഢ്യൻ്റെ വീട്ടിലെ കുട്ടിയാകട്ടെ, രാജകുടുംബത്തിലെ കുട്ടിയാകട്ടെ, സാധാരണ വിദ്യാർത്ഥിയാകട്ടെ, സാധാരണക്കാരൻ്റെ മകനാകട്ടെ, എല്ലാവർക്കും ഒരുമിച്ച് കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോകണമായിരുന്നു. അതിൽ കൃഷ്ണനും മറ്റ് സഹപാഠികളും ഒപ്പം പോയി ആ ജോലിയും ചെയ്യണമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിച്ചിരുന്ന ആ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നന്മകൾ, മേന്മ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേവലം കണക്കും സയൻസും ഭൂമിശാസ്ത്രവും ചരിത്രവും മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ ആദിമധ്യ അന്ത്യം ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളും ആയിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ, എല്ലാ പരിതസ്ഥിതികളെയും അതിജീവിക്കാനുള്ള ഒരു കരുത്തുള്ള ഒരു വ്യക്തിയായിട്ട് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ തയ്യാറാക്കുന്ന ഒരു വിദ്യാഭ്യാസമായിരുന്നു. ആ ഒരു സമ്പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ വികാസം ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നടന്നിരുന്നു. കാരണം ഒരു സാധാരണ പറയാറുണ്ടല്ലോ, വിറക് ശേഖരിക്കാൻ എല്ലാ കുട്ടികൾക്കും പോകണമായിരുന്നു, കൃഷ്ണനും പോകണമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണൻ ഒരു രാജകുടുംബത്തിലെ കുട്ടിയാണ്. പക്ഷേ ഒരു സാധാരണ വിറക് വെട്ടുകാരൻ അല്ലെങ്കിൽ ആ കൂലിപ്പണി ചെയ്യുന്ന ഒരാൾക്ക് ആ ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന കഷ്ടത അല്ലെങ്കിൽ മാനസികാവസ്ഥ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ആ സാധാരണ ജോലിയാണെങ്കിൽ പോലും അതിൻ്റെ മഹാനത എത്രയുണ്ട്, അതിനുള്ള പരിശ്രമം എത്രയുണ്ട്, ബുദ്ധിമുട്ടുകൾ എത്രയുണ്ട്, അതും ഒരു നാളെ രാജാവാകാൻ പോകുന്ന ഒരു രാജകുടുംബത്തിൽപ്പെട്ട രാജകുമാരൻ പഠിച്ചിരിക്കണം. എങ്ങനെ ഒരു രാജാവിന് വേണ്ടുന്ന ഒരു ഭരണാധിപനുണ്ടാകേണ്ട നേതൃത്വ പാഠവും ആ കലയ്ക്കൊപ്പം തന്നെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ ജീവിത പ്രശ്നങ്ങളും മനസ്സിലാക്കാനുള്ള ഒരവസരം ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിവേകാനന്ദ സ്വാമിജി വിദ്യാഭ്യാസത്തിന് നൽകിയ ആ നിർവചനത്തെ അർത്ഥവത്താക്കി തീർക്കുന്നത്. അതായത് ടു ബ്രിങ് ഔട്ട് നമ്മുടെ ആന്തരിക ശക്തികളെ, ആന്തരികമായി നമ്മുടെ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അഥവാ മറഞ്ഞിരിക്കുന്ന നമ്മുടെ നന്മകളെ, കഴിവുകളെ, വിശേഷതകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ. അതായത് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിവിനിറ്റി. അതായത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ആ ദിവ്യതയുണ്ട് ഓരോ വ്യക്തിയിലും. ആ വ്യക്തിത്വത്തെ, നമ്മുടേതായ ആ ദിവ്യത്വത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ, അതായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് അഥവാ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു വിദ്യ ലഭിക്കുന്നില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെല്ലാവരും അവരവരുടെ പഠനങ്ങളിലൂടെ പലതരത്തിലുള്ള ഗൈഡൻസ്, അതുപോലെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ച്. ബാക്കി ഇംഗ്ലീഷുകാർ തയ്യാറാക്കിയിരുന്ന ആ ഒരു സമ്പ്രദായത്തെ നമുക്ക് എത്രത്തോളം നമുക്ക് നടക്കാൻ പറ്റും, നമ്മൾ കൊണ്ടു നടന്ന് എന്തൊക്കെ അഡീഷൻസ് അതിൽ ചേർക്കാൻ പറ്റിയ ആ ഓരോരോ കൂട്ടിച്ചേർക്കലുകളിലൂടെ നമ്മളൊരു മാറ്റം പ്രക്രിയയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ പ്രക്രിയയിൽ. പക്ഷെ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എല്ലായിടവും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം വേണം.
പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ഉണ്ടാകണമെങ്കിൽ ആദ്യം മൂല്യ വിദ്യാഭ്യാസം വേണം. മൂല്യം എന്താണെന്ന് നമ്മൾ അറിയണം, എവിടെയാണെന്ന് തിരിച്ചറിയണം. മൂല്യങ്ങളൊക്കെ എവിടെയാണ്? മൂല്യ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് മുൻപ് നമുക്ക് വേണ്ടത് മൂല്യങ്ങളെക്കുറിച്ചുള്ള വിദ്യാഭ്യാസമാണ്. വാല്യൂ എഡ്യൂക്കേഷനാണ് നമുക്ക് ആദ്യം വേണ്ടത്. വാല്യൂവിൻ്റെ എഡ്യൂക്കേഷൻ വിദ്യ അറിയാത്ത ഒരാൾക്ക് വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ വാല്യൂസ് എവിടെയാണ്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് തിരിച്ചു കൊണ്ടുവരേണ്ടത്, അപ്പം അത് മനസ്സിലാക്കാതെ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? അപ്പം വാല്യൂസിൻ്റെ ബേസിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വാല്യൂസ് ഉള്ളവരായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അങ്ങനെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ആണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. സ്പിരിച്വാലിറ്റി നമുക്ക് നൽകുന്ന നെറ്റ് റിസൾട്ട് അതാണ്. യഥാർത്ഥ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ അഥവാ സ്പിരിച്വാലിറ്റിയുടെ പ്രോസസ്സിലൂടെ ഒരു വ്യക്തി കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂല്യമുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിട്ട് നമ്മൾ മാറണം. അല്ലാതെ ഞാൻ ബ്രഹ്മകുമാരീസിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഗുരുജിയുടെ അടുത്ത് പോകുന്നുണ്ട്, ഞാൻ അല്ലെങ്കിൽ ഇന്ന ചിന്മയിൽ ഞാൻ മെമ്പറാണ്, അതുകൊണ്ട് ആ ഇന്ന സത്സംഗത്തിൽ ഞാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സംഘടനയിലെ മെമ്പറാണ്, അത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂവിനുള്ള ഒരു കാര്യമല്ല. ആധ്യാത്മികമായ ഒരു പ്രക്രിയ, ആത്മീയമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട്, അഥവാ ആത്മീയത എന്നിലേക്ക് വരിക അർത്ഥം മൂല്യവത്തായ ഒരു ജീവിതം ഞാൻ ജീവിക്കുക. അത് ഏത് സത്സംഗത്തിൽ നമ്മൾ പോവുകയാണെങ്കിലും അങ്ങനെ ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് വിധേയമാകാൻ കഴിയണം. എന്നിലൂടെ ആ ഒരു പ്രോസസ്സിങ് നടക്കണം. നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം റോ മെറ്റീരിയൽസ് ഉണ്ടോ, അഥവാ നമ്മുടെ ഉള്ളിലുള്ള ദുർബലതകളും നമ്മുടെ കുറവുകളും നമ്മുടേതായ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളും എന്തൊക്കെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ, മാലിന്യങ്ങളുണ്ടോ, അതിനൊരു പരിവർത്തനം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡേ ബൈ ഡേ, ഓരോ ദിവസവും ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് ഒരു പുതുമ, ഒരു മാറ്റം, ഡെയിലി ഏതെങ്കിലും ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ചേഞ്ച് എന്നിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പറയാം എന്നിലേക്ക് സ്പിരിച്വാലിറ്റി വന്നു. അഥവാ ഞാനൊരു സ്പിരിച്വൽ പേഴ്സണായിട്ട്, ആധ്യാത്മികമായ ഒരു വ്യക്തിത്വമാണ് എൻ്റേത്. സ്പിരിച്വൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് എഴുതി പഠിക്കാനുള്ളതല്ല. മൂല്യം എന്നതാണ്, സത്യതയാണ്, ശുദ്ധിയാണ്, സ്നേഹമാണ്, ഇതൊക്കെ നമുക്ക് അക്കമിട്ട് പഠിക്കാനുള്ളൊരു വസ്തുതയല്ല, മറിച്ച് നമുക്കത് ആയിത്തീരാനുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആയിത്തീരാനുള്ള കാര്യമാണ്. അപ്പം മൂല്യം നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മൂല്യമുള്ള ഒരു വ്യക്തിത്വം നമുക്കൊരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. സാധാരണ ആൾക്കാർ പറയാറുണ്ട്, മൂല്യച്യുതിയെക്കുറിച്ച് നമ്മളെല്ലാവരും പ്രസംഗിക്കും, ധാരാളം പറയാറുണ്ട്. മൂല്യത്തിലേക്ക് തിരിച്ചു പോകണം, മൂല്യങ്ങൾ വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, കുട്ടികളിൽ നിന്ന് നന്മകൾ പോവുകയാണ്, ബന്ധങ്ങളിൽ നിന്ന് നന്മകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാവരും എല്ലാവരുടെയും പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും പറയാറുണ്ട്. എല്ലാവരും അച്ഛനമ്മമാർ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുക്കാറുണ്ട്, സത്യതയുള്ളവരായിട്ട് മാറണം, നന്മ നിറഞ്ഞവരായിട്ട് മാറണം. പക്ഷെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഈ മൂല്യങ്ങളുള്ളവരായിട്ട് നമ്മൾ ഓരോരുത്തരും, അച്ഛനമ്മമാരിൽ ആ മൂല്യങ്ങളുള്ളവരായിട്ട് അച്ഛനമ്മമാർക്ക് മാറാൻ കഴിഞ്ഞാലേ കുട്ടികൾ അങ്ങനെ ആകുള്ളൂ. അധ്യാപകരങ്ങനെ ആയാലേ വിദ്യാർത്ഥികൾ അങ്ങനെ ആകുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഒരു ജീവിക്കുന്ന മാതൃകയായിട്ട് മാറുന്നില്ലയോ, അതുവരെ നമുക്ക് മറ്റാരെയും മാറ്റാൻ പറ്റില്ല. അതാണ് ആധ്യാത്മികതയുടെ സാരാംശം. ആധ്യാത്മിക ജ്ഞാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആ രീതിയിലുള്ള ഒരു പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. പക്ഷെ ആ ഒരു പരിവർത്തനം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് അവശ്യം നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം നിത്യേനയുള്ള ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ അധ്യയനം, അതേപോലെ കൃത്യതയോടുകൂടിയ മെഡിറ്റേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ആന്തരികമായ നമ്മളുടെ ആ ഡിവിനിറ്റിയുടെ മാനിഫെസ്റ്റേഷന്, നമ്മളിലെ ദിവ്യത്വത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ, നമ്മളിലെ മേർജ് രൂപത്തിലിരിക്കുന്ന നമ്മുടേതായ നന്മകളെ പുറത്തേക്ക് കൊണ്ടുവരാനും, നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ആ സ്വാഭാവികമായ വിശേഷതകളെ കൊണ്ടുവരാനും, ഒപ്പം നമ്മളിലെ ഇമ്പ്യൂരിറ്റീസ് എന്തെല്ലാം കടന്നുകൂടിയിട്ടുണ്ടോ അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയും അവശ്യം നടക്കും. അതിലൂടെ വ്യക്തിത്വത്തിലൊരു പരിവർത്തനം തീർച്ചയായിട്ടും
ഉണ്ടാകുക തന്നെ ചെയ്യും. അതാണ് യഥാർത്ഥത്തിലൊരു സ്പിരിച്വൽ പേഴ്സണിൻ്റെ അല്ലെങ്കിൽ ആത്മീയമായ ഒരു ജീവിതം ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവ് അത് തന്നെയാണ്. വ്യക്തിയിൽ മൂല്യങ്ങളുടെ പുനർപ്രതിഷ്ഠ നടത്തുക എന്നതാണ് ഓരോ സത്സംഗങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാഠിന്യമുള്ള ലോഹങ്ങളെ അഗ്നിയിലുരുക്കി മനോഹരമായ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് പോലെ ജ്ഞാനവും ധ്യാനവും നല്ല വ്യക്തിയുടെ നിർമ്മാണത്തിനു വേണ്ടി അഗ്നിക്കു സമാനം പ്രവർത്തിക്കുന്നു. ആ പരിവർത്തനത്തിന്റെ വിധിയും രീതിയും ഇനി നമുക്ക് മനസ്സിലാക്കാം. സാധാരണ പലപ്പോഴും ആൾക്കാരിങ്ങനെ ചോദിക്കാറുണ്ട്, ബ്രഹ്മകുമാരീസ് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് മാറിപ്പോയില്ലേ? അതായത് ഹിന്ദുവിനെ ക്രിസ്ത്യനാക്കുകയാണോ, ക്രിസ്ത്യനെ ഹിന്ദു ആക്കുകയാണോ, എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത്, യഥാർത്ഥത്തിൽ ഇവിടെ ഈ ആധ്യാത്മിക ജീവിത മാർഗം തീർച്ചയായിട്ടും വ്യക്തിയിൽ പരിവർത്തനം കൊണ്ടുവരും. പക്ഷെ അത് മനോഭാവത്തിൻ്റെ പരിവർത്തനമാണ്. ടോട്ടൽ ആധ്യാത്മികത നമ്മളുടെ മനോഭാവത്തിൽ, ആറ്റിറ്റ്യൂഡിൽ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുകയാണ്. ഇമ്പ്യൂരിറ്റിയിൽ നിന്ന് പ്യൂരിറ്റിയിലേക്കുള്ളൊരു യാത്രയ്ക്ക് നമ്മളെ സഹായിക്കുകയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ളൊരു യാത്രയ്ക്ക് നമ്മളെ ഈ ആധ്യാത്മിക മാർഗം തീർച്ചയായിട്ടും സഹായിക്കും. ഇതാണ് നമ്മളെ തമസോമ ജ്യോതിർഗമയ എന്നുള്ള ആ ഒരു ജീവിത യാത്രയിൽ നമുക്ക് ആ ഒരു ബേസ് നമുക്ക് നൽകുന്നത് തീർച്ചയായിട്ടും ഈ ആധ്യാത്മിക ജ്ഞാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഈ തരത്തിലുള്ള ഒരു പരിവർത്തനത്തിനാണ് നമ്മളെ സഹായിക്കുന്നത്. അതായത് ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ, ഒരു ഹിന്ദുവിനൊരു നല്ല ഹിന്ദുവായിട്ട് ജീവിക്കാൻ, ഒരു മുസൽമാൻ ഒരു നല്ല മുസൽമാനായിട്ട് ജീവിക്കാൻ, ആ നല്ലത് എന്ന് പറയുന്ന ആ ക്വാളിറ്റി, ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, അതാണ് സ്പിരിച്വാലിറ്റി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആത്മീയതയിലൂടെ നമുക്കതാണ് ലഭിക്കുന്നത്. അപ്പോൾ ആത്മീയതയുള്ള ഒരു ഹിന്ദു അർത്ഥം എന്താണ്? നല്ലൊരു ഹിന്ദുവായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അല്ലാതെ അതിന് നമുക്ക് മതം മാറണം എന്നില്ല. മറിച്ച് മാറേണ്ടത് നമ്മുടെ മനസ്സാണ്, മനോഭാവമാണ്. അപ്പോൾ ആ നന്മകളെ സ്വീകരിക്കാനും നമ്മളിലെ തിന്മകളെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആധ്യാത്മിക മാർഗത്തിൽ നടക്കുന്നത്. അതിനാണ് ധ്യാനം നമ്മളെ സഹായിക്കുന്നത്. കാരണം മെഡിറ്റേഷനിലൂടെ നമുക്ക് ആ ഒരു ശക്തി കിട്ടും. പലപ്പോഴും ഇന്ന് നമുക്കറിയില്ലേ, പല തെറ്റുകളും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട്. തെറ്റാണെന്നറിയാം, പക്ഷെ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശക്തി നമുക്കില്ല. അപ്പം ആ ശക്തിഹീനത കൊണ്ടാണ് ആ തെറ്റ് നമ്മൾ ചെയ്തു പോണേ. പക്ഷേ നിത്യേന ഉള്ള മെഡിറ്റേഷൻ്റെ അഭ്യാസം നമ്മളെ തീർച്ചയായിട്ടും ആ വിൽ പവറുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാക്കി മാറ്റും. അപ്പം തെറ്റുകൾക്ക് നേരെ നോ പറയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും. ശരികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു വിൽ പവറും നമുക്കതിലൂടെ തീർച്ചയായിട്ടും ലഭിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അതാണ് ആവശ്യം. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മളെല്ലാവരുടെയും ആഗ്രഹം എന്താണ്? നല്ലൊരു മകൻ വേണം, നല്ലൊരു ഹസ്ബൻഡ് വേണം, നല്ലൊരു വൈഫ് വേണം, നല്ലൊരു ജോലിക്കാരനെ കിട്ടണം, നല്ലൊരു ഉദ്യോഗസ്ഥനെ കിട്ടണം, നല്ലൊരു പണിക്കാരനെ കിട്ടണം. ഇപ്പം എല്ലാറ്റിലും നല്ലത് വേണം. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഡിമാൻഡ്. പക്ഷെ നല്ലത് വേണമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ നന്മകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നന്മകളർത്ഥം വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ. ഈ മൂല്യങ്ങൾ അഥവാ നന്മകളുള്ള വ്യക്തിയായിട്ട് നമുക്ക് മാറണമെങ്കിൽ മൂല്യങ്ങളെല്ലാം, വാല്യൂസ് എല്ലാം ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വേറിട്ട് ഒരു വാല്യുബിൾ പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ വാല്യൂസ് സ്പിരിറ്റുമായിട്ട്, സോളുമായി ബന്ധപ്പെട്ടതാണ്, ആത്മാവുമായി ബന്ധപ്പെട്ടതാണ് ആത്മീയമായ മൂല്യങ്ങളെല്ലാം തന്നെ. അപ്പം അതുകൊണ്ട് സ്പിരിച്വാലിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അഥവാ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടേ നമുക്കൊരു വാല്യൂബിളായിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ മൂല്യവത്തായ ഒരു വ്യക്തിത്വത്തിനുടമയായിട്ട് മാറാൻ കഴിയുകയുള്ളൂ. അതാണ് ആധ്യാത്മികതയുടെ ആവശ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ. കാരണം മൂല്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ല, നമ്മളിങ്ങനെ വിചാരിക്കരുത്, എൻ്റെ മോൻ നല്ലതായിരിക്കണം, നല്ല വിദ്യാർത്ഥിയാവണം, നല്ലതായിട്ട് പഠിക്കണം, നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം, പഠിച്ച് നല്ലൊരു ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം. പക്ഷെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ MBBS കോളേജിൽ മാത്രം നമ്മൾ നമ്മുടെ മകനെ മകളെ പഠിപ്പിച്ചാൽ പോരാ. അതിനോടൊപ്പം എന്ത് വേണം?
നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആരംഭിക്കണം. മാതാപിതാവിൽ നിന്ന് ആ വിദ്യാർത്ഥിക്ക് മോറൽ വാല്യൂസ് കിട്ടണം. നമ്മൾ അച്ഛനും അമ്മയും ആ കുഞ്ഞിന് മുന്നിൽ ജീവിക്കുന്ന തെളിവുകളായിരിക്കണം. കാരണം അച്ഛനും അമ്മയാണല്ലോ കുട്ടിയുടെ ആദ്യത്തെ ടീച്ചർ, ആദ്യത്തെ അധ്യാപകൻ. അപ്പം നമ്മളാണ് അവരെ ആദ്യ പാഠം ആധ്യാത്മികമായ ഉന്നതി അല്ലെങ്കിൽ ആ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കണം. വീട്ടിൽ നിന്ന് ആരംഭിക്കുന്ന അർത്ഥം മാതാപിതാക്കളിൽ നിന്ന് ആരംഭിക്കണം. നമ്മുടെ ദിനചര്യ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, നമ്മളുടെ ചിന്താരീതികൾ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ഹാബിറ്റ്സ് എന്തെല്ലാമാണോ മാതാപിതാക്കളുടേത് അതാണ് കുട്ടികളുടെ മേലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. അതേപോലെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലേക്ക് വന്നു കഴിയുമ്പോൾ അധ്യാപകരെ അവരെ ഫോളോ ചെയ്യാനാണ് ആദ്യം വിദ്യാർത്ഥികളെ ശ്രമിക്കണത്. അപ്പം അതുകൊണ്ട് ആദ്യം അവർക്ക് മുന്നിൽ ജീവിക്കുന്ന മാതൃകകൾ അതാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കണേ. അല്ലാതെ ഗീതയിൽ ഇങ്ങനെയുണ്ട്, ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുസ്തകങ്ങൾ ഇന്ന മഹാത്മാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ അവർ വാല്യൂ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എങ്കിലും അത് അവർക്ക് അവരുടെ ജീവിതത്തിലാക്കി തീർക്കണമെങ്കിൽ നമ്മളിൽ കാണണം. എന്നിൽ കാണാത്ത ഒരു നന്മ എനിക്ക് എൻ്റെ മകനിലെ മകളിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അച്ഛനും അമ്മയിൽ എന്താണോ ഗുണമുള്ളത് അല്ലെങ്കിൽ പ്ലസ് ഉള്ളത് മൈനസ് ഉള്ളത് അതാണ് ആ കുട്ടി ആദ്യം അനുകരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കൾ എങ്ങനെ ആയിത്തീരണോ അതേപോലെ ആദ്യം നമ്മൾ ആയിത്തീരണം. അതാണ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ്റെ സാരാംശം. ആധ്യാത്മിക നമ്മളോട് അതാണ് പറയണേ, നമ്മളുടെ സ്വപരിവർത്തനം. ഞാൻ മാറണം, എന്നാലേ എനിക്ക് എൻ്റെ മക്കളിൽ, എൻ്റെ പേരക്കുട്ടികളിൽ, എൻ്റെ ഫാമിലിയിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, ഞാൻ എവിടെ പണിയെടുക്കുന്നോ അവിടെ ഒരു മാറ്റം എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. കാരണം ഞാൻ എൻ്റെ മനോഭാവത്തിലൊരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് തീർച്ചയായിട്ടും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആ ഒരു മാറ്റം തീർച്ചയായിട്ടും വരും. പണ്ട് ശ്രീബുദ്ധൻ്റെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ, സിദ്ധാർത്ഥ രാജകുമാരൻ രാജകൊട്ടാരവും രാജകീയമായ സൗകര്യങ്ങളും സർവസ്വവും ത്യജിച്ചിട്ട് അദ്ദേഹം എപ്പോഴാണോ സന്യാസത്തിന് വേണ്ടിയിട്ട് ആധ്യാത്മിക ജീവിത മാർഗത്തിലേക്ക് പോയത്, അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. അദ്ദേഹം ശ്രേഷ്ഠമായ ലഭിച്ച ആ ഇൻസൈറ്റ്സ്, എന്തൊക്കെ ഉൾക്കാഴ്ചകൾ ലഭിച്ചോ അത് ഉപയോഗിച്ച് തൻ്റെ ജീവിതത്തിൽ ആ ഒരു പരിവർത്തനം കൊണ്ടുവന്നു. തന്നോടൊപ്പം ബന്ധപ്പെട്ട ഓരോരുത്തരുടെ ജീവിതത്തിലും ആ പരിവർത്തനത്തിനുള്ള ഇൻസ്പിറേഷൻസ്, അതിനുള്ള പ്രചോദനം തൻ്റെ ജീവിതത്തിലൂടെ കൊടുക്കാൻ തുടങ്ങിയോ. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായിട്ട് മാറിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? സിദ്ധാർത്ഥ രാജകുമാരൻ ത്യജിച്ച എല്ലാ സൗഭാഗ്യങ്ങളും പിന്നീട് ശ്രീബുദ്ധന്റെ പിന്നാലെ വന്നു. എല്ലാം ത്യജിച്ചിട്ട് വന്ന ആളാണ്. പക്ഷെ രാജാക്കന്മാർ വന്നിട്ട് രാജ്യത്തിന്റെ പകുതി പോലും അല്ലെങ്കിൽ രാജ്യത്തെ ഫുള്ളായിട്ട് ഓഫർ ചെയ്തവരുണ്ട് ധാരാളം പേര് ശ്രീബുദ്ധന് മുന്നിൽ. എല്ലാ സാധനങ്ങളും സാമഗ്രികളും എല്ലാ സർവസ്വവും കൊണ്ടുവന്ന് ശ്രീബുദ്ധന് മുന്നിൽ അടിയറവ് വെക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കഥകളിൽ. ഓരോരുത്തരും കൊണ്ടുവന്ന് ഓഫർ ചെയ്യണത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ശ്രേഷ്ഠ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ വ്യക്തിത്വം ശ്രേഷ്ഠതയിലേക്ക് ഉയരുമ്പോൾ, നന്മയിലേക്ക് ഉയരുമ്പോൾ, ആത്മീയമായ വ്യക്തിത്വത്തിൻ്റെ വികാസം നമ്മളിൽ ഉണ്ടാകുമ്പോൾ, ഭൗതികമായി നമുക്ക് എന്തെല്ലാം വേണമോ അത് ഓട്ടോമാറ്റിക്കലി തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളത് വന്നു ചേരും. അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടൊന്നും വരില്ല, പക്ഷെ ആവശ്യത്തിനുള്ളത് നമുക്ക് വരികയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക്, കാരണം ഫൗണ്ടേഷൻ, അതാണ് നമ്മൾ പിന്നെയും മനസ്സിലാക്കേണ്ടത്. ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിന്നെ നമുക്ക് ബിൽഡിങ്ങിനെ എത്ര വേണമെങ്കിലും ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ പ്രത്യേകിച്ച് ആൾക്കാരെല്ലാവരുടെ ഇന്നത്തെ ഒരു വിചാരം എന്താണ്? ആത്മീയതയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇന്ന കാര്യം നടക്കണം. മുൻവിധിയുമായിട്ടാണ് നമ്മൾ ആദ്യമേ വരുന്നത്. ഭൗതിക നേട്ടം വേണം എന്നുള്ള, എൻ്റെ കളഞ്ഞുപോയ ഇന്ന സാധനം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നടത്ത് ജോലി കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം നടക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പൈസ കിട്ടണം, എൻ്റെ ഇത്രയും ബാങ്ക് ബാലൻസ് ഉണ്ടാകണം. ഇങ്ങനെയുള്ള ഭൗതിക ഇച്ഛകളോട് കൂടിയിട്ട് മാത്രം നമ്മൾ ആത്മീയ കാര്യത്തിനെ അങ്ങനെ വിചാരിക്കരുത്. ഇത് ഓം ഹ്രീ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധനമല്ല. മറിച്ച് നമുക്ക് ഈ ഭൗതിക നേട്ടങ്ങളെല്ലാം ഉണ്ടാകും എപ്പോ നമ്മളുടെ ആത്മീയമായ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ആന്തരിക ശുദ്ധി എപ്പോൾ നമുക്ക് ഉണ്ടാകണോ, നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോൾ ക്ലീനാക്കി മാറ്റുന്നു, അപ്പോൾ ഭൗതികമായത് നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് വന്നു ചേരും. നമുക്ക് ഓരോന്നിൻ്റെയും പിന്നാലെ പോകേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഈശ്വരൻ്റെ അടുത്ത് നമുക്ക് ഓരോന്ന് പറയേണ്ട ആവശ്യം പോലും വരില്ല. എനിക്കത് വേണം, എനിക്കിത് വേണം.
മറ്റേത് വേണം. യാചിക്കുന്ന യാചകരെ പോലെ യാചിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ആത്മീയ മാർഗത്തിലേക്ക്, ആധ്യാത്മിക ജീവിത മാർഗത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ സർവശക്തിവാനും നമുക്കൊരു കൂട്ടുകാരനെ പോലെ ഫീൽ ചെയ്യും. ഒരു ഫ്രണ്ടിനെ പോലെ നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ കഴിയും. ഒരു കൂട്ടുകാരൻ എങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കണ്ട് നമ്മളെ സഹായിക്കുന്നു, അതേപോലെ ഈശ്വരീയ സഹായവും ഭൗതികമായ പ്രാപ്തികളും എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പിന്നാലെ വന്നോളും. അതാണ് നിയമം, ജീവിത നിയമം അതാണ്, കർമ്മ നിയമം അതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആധ്യാത്മികത എന്നുള്ളത് എൻ്റെ ജീവിത ശൈലിയാണ്. അല്ലാതെ ജീവിതത്തിൽ കുറച്ച് സമയം രാവിലെ പൂജ സമയത്ത് അല്ലെ 1 മണിക്കൂർ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കണം, അതിനുശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാവരുടെ അടുത്തും വഴക്കിടുക, ബഹളം ഉണ്ടാക്കുക, ഒച്ചയിടുക, ദേഷ്യപ്പെടുക, ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയും ബഹളം ഉണ്ടാക്കുക. രാവിലെ 1 മണിക്കൂർ ഞാൻ ആത്മീയതയുള്ള ആളാണ്, പൂജ ചെയ്യുന്ന ആളാണ്, പ്രാർത്ഥന ചെയ്യുന്ന ആളാണ്, കറക്റ്റായിട്ട് ഞാൻ നിസ്കരിക്കും, കറക്റ്റായിട്ട് പ്രാർത്ഥന ചെയ്യും, കീർത്തനം ചൊല്ലും, ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് രാവിലെ ചൊല്ലും, വൈകിട്ട് ചൊല്ലും. പക്ഷെ രാവിലെ 1 മണിക്കൂറും വൈകുന്നേരം 1 മണിക്കൂറും മാത്രമല്ലല്ലോ എനിക്ക് ആത്മീയത. എടെ പ്രാക്ടിക്കൽ യൂസ് എപ്പോഴാണ്? ഞാൻ എവിടെയാണോ കർമ്മക്ഷേത്രത്തിൽ ആരോടൊപ്പമാണോ ഇടപഴകുന്നത്, ആ സമയത്ത് ഞാൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ്. രാവിലെ 1 മണിക്കൂർ ഞാൻ ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ബൈബിളോ ഗീതയോ ഖുറാനോ എന്താണോ ഞാൻ പഠിക്കുന്നത്, ആ പഠിച്ചതിലൂടെ ഞാൻ എന്ത് പ്രാവർത്തികമാക്കി എന്നുള്ളത്, ആ പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ എന്ത് ധാരണയിലേക്ക് വന്നു, അത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന അഥവാ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫീൽഡാണ് രാവിലെ മുതൽ വൈകുന്നത് വരെയുള്ള നമ്മുടെ കർമ്മമണ്ഡലം. നമ്മൾ ആരുടെ കൂടെ ഇടപഴകുന്നു, ആ ഇടപഴകുന്ന സമയത്ത് നമ്മുടെ ബിഹേവിയർ, പെരുമാറ്റം എങ്ങനെയാണോ, അതാണ് നമ്മൾ രാവിലത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ അഭ്യാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട ബെനിഫിറ്റ്. അതാണ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിത മാർഗം അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രായോഗികമായ ജീവിത ശൈലിയിൽ ആ പരിവർത്തനം കൊണ്ടുവരിക എന്നുള്ളതാണ്. എൻ്റെ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും ടോട്ടൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. ആ മൂല്യവത്തായ ജീവിതം വീട്ടിലും ഓഫീസിലും സമൂഹത്തിലും ഞാൻ എവിടെയൊക്കെയാണോ അവിടെയെല്ലാം, ഞാൻ എവിടെ പോകുന്നു അവിടെയെല്ലാം ഈ മൂല്യമുള്ള ആ ഒരു വ്യക്തിത്വം, അതിൻ്റെ പ്രകടനം നമുക്ക് എല്ലാ രംഗങ്ങളിലും കാണിച്ചു കൊടുക്കാൻ കഴിയണം. അപ്പം മാത്രമേ എന്നിലെ പേഴ്സണാലിറ്റി, അല്ലാതെ ഞാൻ ആശ്രമത്തിൽ പോകുമ്പോൾ നല്ല ആളാണ്, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ നല്ല ആളാണ്, അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ നല്ല ആളാണ്, അങ്ങനെയല്ലല്ലോ. അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്, ഞാൻ ദിവസവും ഗീത വായിക്കും, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കും, അല്ലെങ്കിൽ ഖുറാൻ വായിക്കും, ഞാൻ 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കും, രാവിലെയും വൈകുന്നേരത്തെ പ്രാർത്ഥനകളിൽ ഞാൻ മുഴുകും, സത്സംഗത്തിൽ പോകുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താകും? അവശ്യം എൻ്റെ വ്യക്തിത്വത്തിൽ ആ എന്താണോ ഞാൻ നേടിയത്. 1 മണിക്കൂർ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ 5 മിനിറ്റ് ഞാൻ നിസ്കരിച്ചു, അർത്ഥം എന്താണ്? ആ 5 മിനിറ്റിൻ്റെ നിസ്കാരത്തിൽ ഇത്രയും പോസിറ്റീവ് എനർജി എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം, ഇത്രയും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോഴേ ഞാൻ 5 മിനിറ്റ് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ 5 മിനിറ്റ് ഞാൻ നിസ്കരിച്ചു. അതിൻ്റെ പ്രാപ്തി, അതിൻ്റെ ഫലം, ആ കീർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മന്ത്രോച്ചാരണത്തിലൂടെ എനിക്കുണ്ടായ ബെനിഫിറ്റ് എൻ്റെ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും അവശ്യം ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. പരിവർത്തനം, സ്വപരിവർത്തനം, അതാണ് ആധ്യാത്മികതയിലൂടെ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയോജനം. മനസ്സിലെ ഭൗതികമായ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കരുത് നമ്മുടെ ആത്മീയ സാധന. ആന്തരികമായ ശുദ്ധീകരണത്തിനുള്ള പരമമായ ഉപാധിയായിരിക്കണം അത്. സാധനകളിൽ നിന്നു ലഭിക്കുന്ന ആത്മീയമായ ഊർജത്തെ കർമ്മക്ഷേത്രത്തിലേക്ക് പ്രവഹിപ്പിക്കുവാൻ ഇന്നത്തെ പ്രയോഗശാലയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. നമ്മുടെ ദിനചര്യയിൽ നമ്മൾ ഓരോരുത്തരും ഇന്നു മുതൽ ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ വ്യക്തിപരമായ ആരാധന സമ്പ്രദായം എന്താണോ നമ്മൾ ചെയ്യണം, അവരവരുടേതായ രാവിലെ വൈകുന്നേരം ഏതെല്ലാം സമയത്ത് നമ്മൾ വിശേഷിച്ചും ആത്മീയ ഉന്നതിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, അതെന്ത് തന്നെ ആകട്ടെ, പ്രാർത്ഥനകൾ ഏത് വിധിയിലൂടെ ആകട്ടെ, നമ്മൾ ഏത് രീതിയിൽ ചെയ്യുന്നതാകട്ടെ, അതിലൂടെയുള്ള ആ പ്രാപ്തി അല്ലെങ്കിൽ ഊർജം എനിക്കെന്ത് കിട്ടിയോ, അത് കേവലം 1/2 മണിക്കൂർ 1 മണിക്കൂർ സമയത്തേക്ക് മാത്രമാണോ, അതോ അന്നത്തെ ഫുൾ ഡേ എൻ്റെ കർമ്മമണ്ഡലത്തിൽ രാവിലെ നേടിയെടുത്ത ആ ഊർജത്തെ എനിക്ക് എത്രത്തോളം
ഫുൾ ഡേ നിലനിർത്താൻ പറ്റുന്നുണ്ട്. രാവിലെ പ്രാർത്ഥന സമയത്തുള്ള എൻ്റെ ആ മനോഭാവം, ആ ശാന്തത, അല്ലെങ്കിൽ സ്നേഹപൂർവ്വവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ആ അതേ ശാന്തതയും സ്നേഹവും സന്തോഷവും ഊർജവും ഉന്മേഷവും ഉത്സാഹവും ഫുൾ ഡേ ഏത് പരിതസ്ഥിതികളിലും ഏത് സാഹചര്യത്തിലും എങ്ങനെയുള്ള വ്യക്തികൾ മുന്നിൽ വരുമ്പോഴും അതേ മനോഭാവത്തെ എനിക്ക് നിലനിർത്താൻ കഴിയണം. ഇനി നമുക്ക് ആത്മാവിലെ അന്തർലീനമായ ഗുണങ്ങളെ സ്മരിക്കുവാൻ ഭഗവാൻ ഇന്നു നൽകുന്ന ശ്രീമതം എന്താണെന്ന് നോക്കാം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരു സത്യം അന്വേഷിക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് എണ്ണ ഒഴുകുമ്പോൾ അത് ധാരം മുറിയാതെ ഒഴുകുന്നത് പോലെ നമ്മളും ഇടമുറിയാതെ അന്വേഷിക്കണം. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈശ്വരനാണ് എന്നെ ബ്രഹ്മകുമാരീസിലെത്തിച്ചത്. ആദ്യമായിട്ട് ഞാൻ വരുമ്പോൾ ഇത് പെൺകുട്ടികളുടെ ഒരു സ്ഥാപനമാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പിന്നീടാണ് അത് മനസ്സിലായത് ബ്രഹ്മകുമാരീസ് അതിൽ എല്ലാവർക്കും സ്വാഗതമാണെന്ന്. അങ്ങനെ ഞാൻ ബ്രഹ്മകുമാരീസിലെത്തുകയും അവിടെ ചെന്നു ആ ജ്ഞാനം യഥാർത്ഥ രീതിയിൽ ഗ്രഹിച്ചപ്പോൾ എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു കഴിവ് ഇവിടെ നിന്ന് ഈശ്വരൻ എനിക്ക് തന്നു. ഇന്ന് ഞാൻ സംതൃപ്തനാണ്. ഇന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും എനിക്ക് കഴിയുന്നു. അതെല്ലാം ഈ ജ്ഞാനത്തിൽ നിന്ന് കിട്ടിയ ഒരു കൈമുതലാണ്. ഞാൻ ഈ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ വന്നതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഭയം എന്താണ്, അല്ലെങ്കിൽ അസന്തുഷ്ടത, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു സഹായമില്ലാത്ത എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ വരിക, അല്ലെങ്കിൽ മനസ്സിലൊരു സംശയം വരിക, ഇങ്ങനെ ഒരു കാര്യവും എനിക്കുണ്ടായിട്ടില്ല. വളരെ ധൈര്യമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. എപ്പോഴും എല്ലാത്തിലും എന്നെ ഒരു സഹായിക്കുന്ന ഒരു ശക്തി എൻ്റെ കൂടെയുണ്ട്. എനിക്ക് ഒരു ചിന്തയില്ല. വളരെ സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് എത്തിച്ചേർന്നു. കുടുംബത്തിലെ കാര്യമായിക്കോട്ടെ, മക്കളുടെ കാര്യമായിക്കോട്ടെ, ഒന്നിലും എനിക്ക് എന്നെ അലട്ടുന്നേ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം അത്രയും ഉയർന്നൊരു ജ്ഞാനമാണ് ഇവിടെ കിട്ടുന്നത്. ഇതിലൂടെ നമുക്ക് ഓരോരുത്തരും അവരവരുടെ സംസ്കാരം കൊണ്ട് അവരവരുടേതായ ജീവിതം ജീവിക്കുകയാണ്. എനിക്കതൊന്ന് കൂട്ടിയിണക്കി കൊണ്ടുപോകും മാത്രം ഒരു അമ്മയുടെ റോളേ ഞാനവിടെ എടുക്കുന്നുള്ളൂ. എനിക്ക് ഒരു കാര്യത്തിലും ഒരു പ്രശ്നത്തിലും എനിക്ക് ഇന്ന് വരെ ഇവിടെ വന്ന ശേഷം കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും എനിക്ക് ഉത്തരവുണ്ട്. എൻ്റെ ജീവിതം ഇന്ന് ഞാൻ പറയും, ഞാൻ മഹാഭാഗ്യശാലിയാണെന്ന്. ജ്ഞാനം ആത്മാവിന് ശക്തി നൽകുന്നു. തെറ്റുകളിൽ നിന്നും മുഖം തിരിക്കുവാനുള്ള ആത്മധൈര്യവും നന്മയെ സ്വാംശീകരിക്കുവാനുള്ള സമർത്ഥതയും ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ നാം കൈവരിക്കുന്നു. ജ്ഞാനാമൃതധാരയിലൂടെ ഭഗവത് സ്മൃതി ഉണർത്തുന്ന ജ്ഞാനരത്നങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com.